കണ്ണു പുകച്ചിലെ ചുവക്കലൊക്കെ കാണുമ്പോഴേക്കും ഏതെങ്കിലും ഐ ഡ്രോപ്സ് വാങ്ങി ഒറ്റിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ കണ്ണിന് നൽകുന്നത് ഒരു ആശ്വാസമല്ല, അതൊരു അപകടമാണ്. ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ്? ഇന്ന് ഫാർമസികളിൽ ഏറ്റവും കൂടുതലും വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകളിൽ പെട്ടതാണ് ഐ ഡ്രോപ്സ്. നമ്മുടെ ഈ ഇന്നത്തെ കാലത്തുള്ള ഈ വർദ്ധിച്ചു വരുന്ന ഈ സ്ക്രീൻ ഉപയോഗമാണ് ഇതിനൊരു കാരണം. നമ്മൾ ഈ ഐ ഡ്രോപ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് പ്രിസർവേറ്റീവ്സ്. പല മരുന്നുകളും അത് കേടാവാതിരിക്കാൻ, ഐ ഡ്രോപ്പുകളും അത് കേടാവാതിരിക്കാൻ അതിൽ പല പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദീർഘകാലം ഈ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ പുറത്തെ പാളിയെ അത് നശിപ്പിക്കാൻ കാരണമാകും. അടുത്തത് റീബൗണ്ട് ഇഫക്റ്റ് ആണ്. കണ്ണ് ചുവപ്പ് മാറാനുള്ള ചില മരുന്നുകളിൽ, വാസോ കൺസ്ട്രിക്ടേഴ്സ് പോലുള്ള മരുന്നുകളിൽ ഈ നിർത്തുമ്പോൾ നമ്മളെ കണ്ണ് കൂടുതൽ ചുവക്കാൻ കാരണമാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഡ്രോപ്സ് വീണ്ടും തുടർച്ചയായി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഇതിനോടൊരു അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തതാണ് എക്സ്പയറേഷൻ ഡേറ്റ്. ഓരോ ബോട്ടിലും അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഐ ഡ്രോപ്സുകളുടെ ശരിയായ എക്സ്പയറി ഡേറ്റ് വരുന്നത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള 28 ദിവസമാണ്. ഈ 28 ദിവസം കഴിഞ്ഞാൽ ഈ മരുന്നിന്റെ സ്റ്റെറിലിറ്റി നഷ്ടപ്പെട്ട് അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായിട്ടാണ് ഈ ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത് വെറും ഒരു ലിക്വിഡ് അല്ല, അതൊരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡോക്ടറുടെയോ ഫാർമസിന്റെയോ നിർദ്ദേശമില്ലാതെ സ്വയം ചികിത്സ പാടില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐ ഡ്രോപ്സ് എന്നാണ് ഓപ്പൺ ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക. ഓരോ ഐ ഡ്രോപ്സിന്റെ പുറത്തും അത് ഓപ്പൺ ചെയ്ത ഡേറ്റ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇല്ല എങ്കിലും ഒരു മാർക്കർ എടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഡേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മറ്റു സംശയങ്ങൾക്ക് നിങ്ങൾക്ക് കമന്റ് ആയിട്ടോ എന്റെ പേഴ്സണൽ DM ആയിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാഴ്ചയുടെ കാര്യത്തിൽ സുരക്ഷിതരായിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.